ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ്, അതോടൊപ്പം എന്ത് ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ എല്ലാ എനർജിയിലേക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് നൽകുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കറന്റ് എനർജി എന്താ നോക്കാം. ഏത് കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആകേണ്ടത്? ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് നോക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എങ്ങനെ എന്താ പറയുക, ഒരു മുന്നോട്ടുള്ള യാത്രയിലാണ്. അതായത് എന്താ പറയുക, അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ല ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആയി ആണോ മുന്നോട്ട് പോകുന്നത്, അതോ മനസ്സിലായില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ലോയൽ ആണോ എന്നൊക്കെ ഉള്ള ഡൗട്ട്ഫുൾ മൈൻഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിലുള്ള കുറച്ച് വ്യക്തികൾക്കുള്ള ഒരു റീഡിംഗ് ആണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങളോട് അതിലൊരു ഡിസിഷൻ എടുക്കാൻ പറയാണ്, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആകേണ്ടത് ആ ഒരു കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ജെന്യൂൻ ആൻഡ് സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ്. കാരണം റിലേഷൻഷിപ്പ് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അതിനൊരു തീരുമാനം എടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജിയിലേക്ക് ഫോക്കസ്ഡ് ആകൂ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ബ്ലെസ്ഡ് വൺ ആയിരിക്കും, ഒരു ബ്ലെസ്ഡ് റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഈ വെല്ലുവിളികളും എപ്പോഴുമുള്ള ഈഗോ ക്ലാഷസും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അല്ലെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് എന്നെ നൽകുന്നത്.